മാസപ്പടി കേസിൽ CMRLനും ഇഡിക്കും നാളെ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി നാളെ കോടതി പരിഗണിക്കും. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. മുദ്രവച്ച കവറിൽ വിവരങ്ങൾ ഇഡി ലഭിച്ച വിവരങ്ങൾ കോടതിയെ അറിയിക്കും. അതേസമയം മാസപ്പടി കേസിൽ കോടതിയിൽ പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇഡിയും CMRLും. നാളെ ഹർജി ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക. അതേസമയം പരിശോധനയ്ക്കിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം ഇഡി കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRL ശ്രമം. എന്തായാലും കേസിൽ അഞ്ചാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ജസ്റ്റിസ് രാജവിജയരാഘവന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെയും അവരുടെ വാഹനത്തെയും ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതികൾ തകർത്തത് പൊതുമുതലല്ലെന്നും സംഭവ സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടിയിലല്ലായിരുന്നു എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. പ്രതികൾ തകർത്ത വാഹനങ്ങൾ പൊതുമുതലിന്റെ പരിധിയിൽ വരില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. എന്നാൽ പൊതുമുതൽ നശീകരണ തടയൽ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ കോർപ്പറേഷനുകളുടെയോ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ളതോ ആയ ചലിക്കുന്ന ഏത് വസ്തുവും പൊതുമുതലാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള വാഹനങ്ങളും ഇതിന്റെ പരിധിയിൽ വരുമെന്നതിനാൽ പ്രതിഭാഗത്തിന്റെ ഈ വാദം നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. സംഭവ സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടിയിലായിരുന്നില്ല എന്ന വാദവും കോടതി നിരാകരിച്ചു. സർക്കാർ ജീവനക്കാർ ഓഫീസിൽ പ്രവേശിക്കുന്നത് മുതൽ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതുവരെ ഡ്യൂട്ടിയിലാണെന്നാണ് കണക്കാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ തിരികെ ഓഫീസിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ആക്രമണം എന്നതിനാൽ അവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്നുവെന്ന് വ്യക്തമാണെന്ന് കോടതി പറഞ്ഞു. സമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയതും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തത്സമയം കണ്ടതുമായ അപൂർവമായൊരു അക്രമ സംഭവമാണിത്. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് പ്രതിഷേധക്കാർ ആക്രമിച്ചത്. കല്ലുകളും ഇഷ്ടികകളും വടികളും അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് അവരുടെ പ്രവർത്തികളിൽ നിന്ന് തിരിച്ചറിയാം. ഇതൊരു വ്യക്തിപരമായ തർക്കമല്ല, മറിച്ച് ആസൂത്രിതമായി നടത്തിയ ഒരു രാഷ്ട്രീയ ആക്രമണമാണ്. ആക്രമണത്തിൽ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ഇരു കണ്ണുകൾക്കും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ആക്രമണത്തിന് ഇരയായ ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർമാർക്കും ഉണ്ടായ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളെയും ഭയത്തെയും കോടതിക്ക് വിസ്മരിക്കാനാകില്ല. ഈ ക്രൂരമായ ആക്രമണത്തെ വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യമല്ല, മറിച്ച് ഭരണകൂടത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായാണ് കാണേണ്ടത്, കോടതി പറഞ്ഞു.